മാരുതി സുസുക്കിയുടെ സൈഡിൽ നിന്നും ആദ്യമായിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ഈ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു മാരുതി സുസുക്കിയുടെ ഡിസയർ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിലി യൂസിന് പറ്റി തന്നെ ഒരു വാഹനമാണ്. ഒരു സെഡാൻ വാഹനം കൂടിയാണ് ഇത്. ഒരു സ്ലീക്ക് സെഡാൻ ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിലത്തെ കുറേ അധികം ലക്ഷറി ഫീച്ചേഴ്സും ഒരു പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ ഇത് ടോട്ടലി തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നമ്മുടെ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിൽ കിട്ടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. ഞാൻ രോഹിൻ രഘുരാജ്. എല്ലാവർക്കും ഡാബോകാസ്റ്റിലേക്ക് സ്വാഗതം. Sleek lines, a modern sight, Maruti desire shining bright. A symphony of curves and grace, a journey start, a perfect pace. Desire, a name that sets the tone, a drive that's smooth, a ride that's known. Comforts embrace, technology's gleam, Maruti. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഗ്രില്ലെന്ന് പറയുന്നത് ടോട്ടലി ഇതിൻ്റെ ഒരു ഗ്രിൽ സൈഡും എല്ലാം നമ്മുടെ ഈ ഒരു വാഹനം മൊത്തത്തിൽ തന്നെ ഇത് മാറിയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ഡിസയർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം. പിന്നെ ഇവിടെ നമുക്കൊരു മാരുതിയുടെ വലിയൊരു ലോഗോയും കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രില്ലെന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ ഒരു ഗ്രിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കിംഗ് കോമാക്സൻ ഫ്രണ്ട് ഗ്രിൽസാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു കളർ തന്നെ നോക്കുക, റെഡ് കളറാണ് നമ്മുടെ ഈ ഒരു ഡിസയറിന് നൽകിയിരിക്കുന്നത്. വളരെയധികം അടിപൊളിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ഒരു ഡിസൈനും ഇതിൻ്റെ ഒരു കളറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ ഒരു ഡിസയറിൻ്റെ ഒരു എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്റർ C സീരീസ് എൻജിനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിനും കൂടിയാണ്. നമ്മുടെ പിന്നെ ഈ ഒരു മാരുതി സുസുക്കിയുടെ ഇതിൻ്റെ ഒരു മൈലേജ്, നമ്മൾ ഈ മാരുതി സുസുക്കിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ലക്ഷറിയായിട്ടുള്ള മറ്റൊരധികം ഫീച്ചേഴ്സോ അല്ല. നമുക്ക് മാരുതി സുസുക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലേക്ക് വരുന്ന മൈലേജാണ്. ആ ഒരു മൈലേജ് ഇവർ ഇതിനകത്ത് കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് 24.79 km/L ആണ് ഇതിൻ്റെ ഒരു മൈലേജ് നമ്മുടെ കമ്പനി പറയുന്നത്. പിന്നെ ഇത് CNG വേരിയൻസ് ഇറക്കുന്നുണ്ട്. അതിലത്തെ ഒരു മൈലേജ് എന്ന് പറയുന്നത് 33.79 km/kg ആണ് അതിൻ്റെ ഒരു മൈലേജ് വരുന്നത്. ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ്സ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലിൽ നല്ല ബ്യൂട്ടിഫൈ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെയൊക്കെ. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് എന്ന് പറയുന്നത് LED ക്രിസ്റ്റൽ വിഷൻ ഹെഡ് ലാമ്പ്സ് ആണ് ഇത് നൽകിയിരിക്കുന്നത്. പിന്നെ ഫോഗ് ലാമ്പ്സും DRLS-ഉം നമ്മുടെ LED തന്നെയാണ്. പിന്നെ വളരെയധികം ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഈ സൈഡ് വൈസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ മാരുതിയുടെ ഈ ലോഗോയുടെ കേസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണമെന്നുള്ളൂ. ഈ ഒരു മാരുതിയുടെ ലോഗോ നമ്മുടെ 4th ജനറേഷൻ സ്വിഫ്റ്റിൽ വരാൻ നേരത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒരു ലോഗോ വരുന്നത്. നമുക്ക് 4th ജനറേഷൻ്റെ സ്വിഫ്റ്റ് നമ്മളൊരു വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോഗോ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പക്ഷേ അത് നമ്മുടെ 3rd ജനറേഷൻ സ്വിഫ്റ്റിൽ നിന്നും 4th ജനറേഷൻ സ്വിഫ്റ്റിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങളാണ് ആ ഒരു ലോഗോ ചേഞ്ച് ആയതൊക്കെ. അപ്പോൾ ഞാനത് വെറുതെ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഇതിൻ്റെ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു ഒറ്റ പീസായിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ ഈ ഒരു ബോണറ്റിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് പാർട്ട് മുതൽ അങ്ങോട്ട് ഒരു പീസായിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. പിന്നെ ഇത് വേറൊരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു നമുക്ക് ഈ ഷോറൂം ആക്സസറീസ് ആയിട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതായത് 360 ക്യാമറ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട്. 360 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ പല നമ്മുടെ സൈഡ് മിറേഴ്സിലും ഇതിൻ്റെ ക്യാമറാസ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സൈഡിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു വീൽ ബേസും അല്ലെങ്കിൽ വീൽ ആർച്ചിൻ്റെയൊക്കെ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ 15 ഇഞ്ചസ് അലോയ് വീൽസാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു വീൽ ആർച്ച് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2450 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ആർച്ച് മെഷർമെൻറ്റ്സ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ആ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ 360 വ്യൂവിൽ ഒരു ക്യാമറ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു നമ്മുടെ സൈഡ് മിററിൽ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു സ്ട്രിപ്പ് നല്ല ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കോമാക്സൻ ഡോർ ഹാൻഡിൽസാണ് നൽകിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തുറക്കുക.
ഡോസിനെ പറ്റി ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം തന്നെയാണല്ലോ. പിന്നെ ഒരു ഡോർ സൈഡൊക്കെ നല്ല രീതിയിൽ ഇവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു എന്തൊരു പവറാണ് ഇതിൻ്റെ ഡോറൊക്കെ അടയ്ക്കാനില്ല. നമ്മൾ പഴയ ഒരു സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് അതിൽ നമുക്ക് അത്രയ്ക്ക് ഒരു സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും നമുക്ക് ഒരു കേൾക്കുന്നില്ല. നല്ല രസമായിട്ട് ഇതിൻ്റെ ഡോർസ് തുറക്കാനും അടയ്ക്കാനൊക്കെ നല്ല രസമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സ്പേസിലേക്ക് വരാം. പിന്നെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് നല്ല ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ്സൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിസൈർ എഴുതിയിരിക്കുന്നത് നമുക്കൊരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു സ്പോയിലർ നമ്മുടെ കമ്പനി ഇൻബിൽറ്റായിട്ട് തന്നെ മാരുതി സുസുക്കി ഇൻബിൽറ്റായിട്ട് തന്നെ നൽകുന്നതാണ്. പിന്നെ ഈ ഒരു സ്ട്രിപ്പൊക്കെ നല്ല രീതിയിൽ രസമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഞാൻ ആ സൈഡിൽ നമ്മുടെ സൈഡ് മിററിൽ 360 വ്യൂ ക്യാമറ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സൈഡ് മിററിൽ നമ്മൾ 2 ക്യാമറാസ് കണ്ടു. ഇനി ഇത് 3ാമത്തെ ക്യാമറയാണ്. ഈ ഒരു ബാക്ക് സൈഡിൽ 3ാമത്തെ ക്യാമറ നൽകി. ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു ഡിസൈൻ ഒരു ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഇതിൻ്റെ ഒരു മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീ തന്നെ നമുക്ക് ഇതിൻ്റെ ട്രങ്ക് ഓപ്പൺ ചെയ്യാം. അതായത് ലോക്ക് പ്രസ്സിലൂടെ നമുക്ക് ഇതിൻ്റെ ഒരു ട്രങ്ക് ഓപ്പൺ ചെയ്യാം. കാണിച്ചു തരാം. ട്രങ്ക് ഓപ്പൺ. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ലിറ്റർ എന്ന് പറയുന്നത് 382 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ലിറ്റർ എന്ന് പറയുന്നത്. വളരെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഷാർപ്പിന് ആൻറ്റിന ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു വീവിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക നല്ലൊരു ബ്യൂട്ടിഫൈ ആണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് കണ്ടു നോക്കാം. പിന്നെ ഞാൻ നേരത്തെ അവിടെ വെച്ച് പറയാൻ വിട്ടുപോയതാണ്, ഇവിടെയും ഒരു ക്യാമറ ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ക്യാമറാസാണ് ഈ ഒരു ഇതിന് വന്നിട്ടുള്ളത്. ബാക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ വീവിങ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് കണ്ടു നോക്കാം. നമുക്കൊന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് നമുക്ക് കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ചുറ്റും നടന്ന് കണ്ടറിയാം. നമ്മൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഇത് നൽകിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക ഒരു വൈറ്റ് കളർ ഇൻറ്റീരിയറാണ്. നമ്മൾ ആ താറിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കളർ ഇൻറ്റീരിയർ നമ്മൾ എനിക്ക് അത്രയ്ക്കൊരു ഇതില്ല. സാധാരണ നമുക്ക് ചെളിയാവാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഒരു എന്താ പറയുക നമുക്കിപ്പോൾ ഒരു മഴയുള്ള ടൈമിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചെളിയാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും. അപ്പോൾ വൈറ്റ് കളർ ഇൻറ്റീരിയർ വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണ്ടായിരുന്നു. നമുക്കൊരു എന്താ പറയുക ഒരു ഡാർക്ക് കളർ കൊടുത്താൽ മതിയായിരുന്നു. അത് വളരെയധികം എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയാണ്. എന്നാലും ടോട്ടലി വണ്ടീൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വളരെയധികം എന്താ പറയുക നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. നമുക്ക് കാല് വെച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാനും നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ്. ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മാരുതി സുസുക്കിയുടെ വണ്ടി പോലെയല്ല. മാരുതി സുസുക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കമ്പനി എന്താ, ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പൊടിഞ്ഞു പോകുന്നത് പപ്പടം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ നമുക്ക് അറിയുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം മാരുതി സുസുക്കിയുടെ സൈഡിൽ നിന്ന് ആദ്യമായിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനം തന്നെയാണ് ഇത്. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്കും ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രീമിയം ഫീച്ചറാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ വളരെ ഒരു എന്താ പറയുക ഒരു റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഒക്കെ പറയുമ്പോൾ നല്ല ഒരു രസമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ മാരുതിയുടെ ഒരു സിഗ്നേച്ചർ ലോഗോയും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോൾസ് പിക്കപ്പ് ചെയ്യാനും അങ്ങനെയുള്ള മോഡ്സൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് പറയുന്നില്ല. എനിക്ക് അത് പറയാൻ താല്പര്യമില്ല. നമ്മളെല്ലാ വീഡിയോസിലും എല്ലാ വണ്ടികളെക്കുറിച്ച് പറയുന്നതാണ്. മാരുതിയുടെ 3rd ജനറേഷൻ ചെയ്തപ്പോൾ പോലും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഒരു ഗ്രേ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നല്ല ഇൻറ്റീരിയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ഈ ഒരു സാധനം ഈ ഒരു ഫിനിഷിങ് നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ്. നമുക്കിതിൻ്റെ ഗിയേഴ്സൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഇടാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ്.
പിന്നെ ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഡോസിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഡോസിൽ തന്നെ കാണുന്ന അത് ഒരു വൈറ്റ് കളറാണ് ഇവിടെ. വൈറ്റ് കളറും പിന്നെ ഇവിടെ ഒരു സിൽവർ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ കൺട്രോൾസ്, പവർ സ്റ്റിയറിംഗ് കൺട്രോൾസും ലോ കൺട്രോൾസും സാധാരണ മാരുതിയുടെ വണ്ടിയിൽ വരുന്ന പോലെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ഒരു ടാക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഒരു സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഒരു ഡിസൈനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അധികം നമുക്ക് ഒരു എന്താ പറയുക, മീറ്റർ കൺസോളാണ് നേരത്തെ നമുക്ക് അധികമായിട്ടൊരു ഒരു വിയേട്ടസ് തോന്നത്തില്ല. പക്ഷെ അത് നല്ലൊരു എന്താ പറയുക ഡിസൈനിലാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെയൊക്കെ മാരുതിയുടെ വാഹനങ്ങൾ അറിയാം, ഇച്ചിരിയും കൂടി ആ ഒരു മീറ്റർ കൺസോളൊക്കെ കുറച്ചും കൂടി കൂടുതലായിരുന്നു. ഇതിപ്പോൾ 2 കൺസോളിൽ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്യൂവലിൻ്റെ അളവ് കാണിക്കാനും പിന്നെ ഇവിടെ ഒരു ടെമ്പറേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ അത് 2 ടാക്കോമീറ്ററിലും സ്പീഡോമീറ്ററിലും കൂടി ഒതുക്കിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു സിസ്റ്റം ഞാനിപ്പോഴും എടുത്ത് പറയേണ്ട കേസിൽ ഞാൻ അത് മിക്ക വണ്ടിയുടെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ ഇതിലൊരു മറ്റ് പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹാൻഡിലില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നോവ ഹൈക്രോസിൻ്റെയൊക്കെ വീഡിയോയിൽ നമ്മുടെ ഒരു ഹാൻഡിലുണ്ട്, ആ ഒരു ഇന്നോവയ്ക്ക് ഒരു ഹാൻഡിലുണ്ട്. പിന്നെ അവിടെ ഒരു ഹാൻഡിലെങ്കിലും സാരില്ല, ഇവിടെയെങ്കിലും ഒരു ഡോർ ഹാൻഡിലുണ്ട്. ഡോർ ഹാൻഡിലല്ല, ഒരു ആംബുലൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ മാരുതി ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൽ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് ആണ്. നമ്മുടെ ഫോൺ വയർലെസ് ചാർജിങ്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോഴും ഡ്രൈവർ സീറ്റിലത്തെ ഒരു മാത്രം കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യേണ്ടത്. നമുക്കിവിടെ നമ്മുടെ പാസഞ്ചർ സീറ്റിലും കൂടി വന്നിരുന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പാസഞ്ചർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു എയർ ബാഗ് കാണാൻ പറ്റുന്നതാണ്. അവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, സ്റ്റിയറിംഗ് സൈഡിൽ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്പീച്ച് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ ഫോൺ ജസ്റ്റ് നോക്കിയതാണ്, ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞാൽ തന്നെ ലെഗ് സ്പേസും ഹെഡ് റെസ്റ്റൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് നല്ലൊരു വിഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഡ്രൈവർ സീറ്റിലിരുന്നാലും ഈ സീറ്റിലിരുന്നാലും നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാം ഇന്ത്യയിൽ മുഴുവൻ വൈറ്റായി പോയതുകൊണ്ട് തന്നെ നമുക്കൊരു ഞാൻ ഇട്ടിരിക്കുന്ന പാൻറ് പോലും വൈറ്റാണ്. അതുകൊണ്ടാണ് എനിക്കൊരു ഇത് തോന്നുന്നത്. പക്ഷെ അത് കാര്യമാക്കണമെന്നില്ല. അത് നമുക്ക് വൈറ്റ് ഇൻറ്റീരിയർ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ സൈഡൊക്കെ മാറ്റാവുന്നതാണ്. അത് നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. പിന്നെ ഇതിലത്തെ എന്താ പറയുക, ഇവിടെ ഒരു ആംറസ്റ്റ് വേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് ഡ്രൈവർ സീറ്റ് നമുക്ക് വിത്താര ബ്രസയിലും നമ്മുടെ ഫോൺസിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ആംറസ്റ്റ് എന്തായാലും അവിടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി എന്നാലും വിഷയമില്ല. നമുക്ക് ബാക്ക് സീറ്റിൽ വന്നിരുന്നിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. സത്യം ഈ ഡോർസൊക്കെ നല്ല പവർഫുള്ളാണ് കേട്ടോ. നമുക്ക് അടയ്ക്കാൻ നേരത്തും തുറക്കാൻ നേരത്തൊക്കെ നല്ലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ മാരുതിയുടെ ഡോസ് അടയ്ക്കുന്ന പോലെ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അത് നല്ലൊരു പ്രഷർ കൊടുത്താൽ ആ ഒരു ഇത് കൊടുത്തു. ഇതൊക്കെ മാരുതിയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി, ഇപ്പോഴത്തെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഒരു സേഫ്റ്റിനെ കാണിക്കുന്ന ഒരു രീതിയാണ്. അത് വളരെയധികം നന്നായി മാരുതി അത് കീപ്പ് ചെയ്യട്ടെ. നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വരാം. ഇതിൻ്റെ ഒരു ഡോർ ഡിസൈൻ തോന്നി സെഡാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡോർ ഡിസൈൻ തന്നെ നല്ലൊരു അടിപൊളിയാണ്. പിന്നെ ഇവിടെ വൈറ്റ് തന്നെയാണ്. ബാക്ക് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ ഒരു ലെഗ് സ്പേസ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇതിൻ്റെ ലെഗ് സ്പേസ് ഒരു കീപ്പ് ചെയ്യുന്നുണ്ട്. സാധാരണ നമുക്കറിയാവുന്ന സെഡാൻ വാഹനങ്ങൾക്ക് ഹെഡ് സ്പേസ് വളരെ കുറവാണ്. പക്ഷേ ഇതിനും അത്യാവശ്യം നല്ല ഹെഡ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് മാരുതി നൽകുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എടുത്തു പറയണം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളൊക്കെ സാധാരണ ഒരു ബ്ലാക്ക് കളറിലായിരിക്കുകയാണ്. ഇത് പക്ഷേ വൈറ്റ് സീറ്റ് ബെൽറ്റാണ്. ഓൾറെഡി തന്നെ വൈറ്റ് ഇൻറ്റീരിയറാണ്. എന്നാലും ഈ ഒരു വൈറ്റ് സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ആവശ്യകത ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 റിയർ AC വിൻഡ്സും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കൊരു USB പോർട്സ്, 2 USB പോർട്സ് നമുക്ക് ചാർജ് ചെയ്യാനും പിന്നെ ഫോൺ കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണെന്നുണ്ട്. മറ്റേ മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെ പോലെ തന്നെ ഇവിടെ ആ ഒരു നമുക്ക് ഇതില്ല. അതായത് നമുക്കൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടില്ല. ഇനി സൺറൂഫ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. സൺറൂഫ് അത് അടിപൊളിയായിട്ടുണ്ട്. സൺറൂഫ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. സൺറൂഫ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സൺറൂഫ് തന്നെയാണ്. സൺറൂഫും മാരുതി ഇതിനകത്ത് ആഡ് ചെയ്തതിൽ വളരെ മാരുതിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് മാനുവലായിട്ട് തന്നെ അടയ്ക്കേണ്ടി വരും. നമ്മൾ തുറന്ന പോലെയല്ല, ഇത് നമുക്ക് മാനുവലായിട്ട് തന്നെ അടയ്ക്കേണ്ടി വരുന്ന ഒരു സംവിധാനമാണ്. അത് മാരുതിയുടെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നില്ല. ഇത്രയൊക്കെ മാരുതി ഫീച്ചേഴ്സ് കൊടുത്താലും എവിടെയെങ്കിലുമൊക്കെ
ഒരു വണ്ടിയും പെർഫെക്റ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. എവിടെയെങ്കിലൊക്കെ ഒരു ഇത് വേണമല്ലോ. ഞാൻ ഈ ഒരു ഡിസൈനിൽ പറയാൻ വിട്ടുപോയ കുറേ അധികം കാര്യങ്ങളുണ്ടാവും. സോ അത് നമുക്ക് ഈ രംഗങ്ങളോട് ചോദിച്ചത്. ഹായ്, എൻ്റെ പേര് സിജോ എന്നാണ്. ഇവിടുത്തെ ആറുമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇൻഡസ് മോട്ടോഴ്സ് ദേവരൻ. ഈ വണ്ടീനെ കുറിച്ചൊരു സമ്മതി പറയുമോ? ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ഡിസയർ അല്ലെങ്കിൽ മാരുതിയുടെ വണ്ടികൾ നമുക്ക് മൊത്തത്തിലൊരു പാട്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡാണ് എല്ലാവർക്കും. ഇത് ഇവിടെ തട്ടി നോക്കുക, ഇവിടെ തട്ടി നോക്കുക, അതിലാണ് അവരെപ്പോഴും അതിൻ്റെ സേഫ്റ്റി എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് വന്നേക്കുന്നത് 5 സ്റ്റാർ റേറ്റോടുകൂടി ഏറ്റവും പുതിയൊരു എന്താ പറയുക ആൾക്കാരുടെ മൈൻഡേ മാറ്റിക്കൊണ്ട് മാരുതി എന്ന് പറയുന്നത് പാട്ട എന്നുള്ള ഇതേ മാറ്റിക്കൊണ്ട് മാരുതി വന്നേക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, 360 ക്യാമറ കയറി, അതുപോലെ തന്നെ വയർലെസ് ചാർജസ് വരുന്നുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിൽ മറ്റേത് 7 ഇഞ്ച് ആയിരുന്നു, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 9 ഇഞ്ച് ഡിസ്പ്ലേസ് വന്നു, അതും 360 HD ടൈപ്പാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പം ഫ്രണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും പ്രീമിയം ലുക്കിലേക്ക് അവർ മാറ്റി. അതുപോലെ ലൈറ്റ്, അതായത് നമ്മുടെ LED അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിന് മാറി മൊത്തത്തിൽ നമുക്ക് ചേഞ്ച് മാറ്റിയിട്ടുണ്ട് അവർ. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലൊരു പ്രീമിയം കാർസ്, അതായത് ഓടി ആ ഒരു ടൈപ്പ് ആ ഒരു ലുക്ക് വൈസ് തന്നെ മാറിയിട്ടുണ്ട് നമുക്ക് മൊത്തത്തിൽ. ഇതിന്റെ ഒരു എഞ്ചിൻ സൈഡൊക്കെ പറയാമോ? എഞ്ചിൻ നമുക്ക് വരുമ്പോൾ നോർമലി നമുക്ക് K സീരീസ് എഞ്ചിനാണ്, ഇത് Z സീരീസ് കാറ്റഗറിയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ഇപ്പം കൂടുതലും E20 പെട്രോൾസ് ആണ് വരുന്നത്. അതിന് കൂടുതലും കുറച്ചും കൂടെ നമുക്ക് അതുമായിട്ട് ഫ്യൂച്ചർ കണ്ടിറക്കിയ വണ്ടിയാണ് ഇത് നമുക്ക് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഇമോഷൻ കുറവായിരിക്കും ഇതിന് വരുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ 6.79 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് എക്സ്-ഷോറൂമിൽ കിട്ടും. പിന്നെ ഓൺ റോഡ് വരുമ്പോഴേക്കും നമ്മുടെ അതനുസരിച്ച് നമുക്ക് റേറ്റ് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു മെയിനായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു വണ്ടി ഫീച്ചർ, അതായത് മൊത്തത്തിൽ പ്രീമിയം ലുക്കിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ 5 സ്റ്റാർ റേറ്റിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് വിശ്വസിച്ച് ഇപ്പം ടാറ്റയുടെ വണ്ടി അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് സർവീസ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഒരു വണ്ടി നമ്മൾ നോക്കുമ്പോൾ. അതെപ്പോഴും മാരുതിയാണ് നമുക്കൊരു 50% ഷെയർ ഹോൾഡേഴ്സാണ് ഉള്ളത്. ഇനിയിപ്പോൾ വേറൊരു ഇതിൽ സേഫ്റ്റി എന്നുള്ള ഇതിലായിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് തിങ്കിങ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അത് നമ്മൾ മാറ്റിമറിച്ചു. ആ ഒരു നമുക്ക് ഹിസ്റ്ററി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാക്കി മാറ്റി. പിന്നെ ഇതിൻ്റെ വേരിയൻസ് ഏതൊക്കെയാണ്? ഇത് നമുക്ക് വരുമ്പോഴേക്കും മാനുവൽ ആണെങ്കിൽ LXi, VXi, ZXi, ZXi പ്ലസ്, അങ്ങനെ 4 വേരിയൻ്റാണ് വരുന്നത്. അപ്പം ZXi പ്ലസ് എന്നുള്ളതാണ് ടോപ്പ് എൻഡിലേക്ക് വരുന്നത്. ZXi പ്ലസ് നമുക്ക് വരുമ്പോഴേക്കും ഏകദേശം നമുക്കൊരു എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ഇൻക്ലൂഡ് ആയിരിക്കും. അതിനകത്ത് സൺറൂഫ് ഉണ്ടായിരിക്കും, 360 ക്യാമറ ഉണ്ടായിരിക്കും, HD ടൈപ്പ് ആയിരിക്കും, അതുപോലെ 9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അതുപോലെ സീറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്, ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പിന്നെ ഹെഡ്ലൈറ്റ്സ്, ഫോഗ് ലാംപ്സ്, പിന്നെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് വൈസ് നോക്കുമ്പോൾ അലോയ് വീൽസ് നമുക്ക് കാണാൻ പറ്റും, എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇത് CNG വേരിയൻസ് വർക്കുന്നുണ്ടോ? CNG നമുക്കുണ്ട്. VXi തൊട്ട് നമുക്ക് CNG, VXi, ZXiയിലേക്ക് ഇത് വരുന്നുണ്ട്, CNG വരുന്നുണ്ട്. പിന്നെ ഇതിലത്തെ 360 ക്യാമറയൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് എക്സ്ട്രാ ആയിട്ട് വരത്തില്ല. ഇത് നമുക്ക് ടോപ്പ് എൻഡിൽ നമുക്ക് കമ്പനി ഇൻക്ലൂഡ് ആണ് വരുന്നത്, എക്സ്ട്രാ വരുന്നില്ല. അപ്പോൾ നമുക്ക് ബേസ് മോഡൽസിനൊക്കെ ആഡ് ചെയ്യാമോ? ഇല്ല, പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ടോപ്പ് എൻഡിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 360 ക്യാമറ നമുക്ക് വരുന്നത് ആ ടോപ്പ് എൻഡിൽ മാത്രമേ വരുള്ളൂ. നമുക്കിത് വരുന്നത് 9 ഇഞ്ച് ഡോൾഫി സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സ് നല്ല ക്ലിയർ ആയിരിക്കും ഇതിനകത്ത്. പിന്നെ നാവിഗേഷൻ നമുക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിൾ പ്ലേ നാവിഗേഷൻ എല്ലാം നമുക്ക് വരുന്നുണ്ട്. സീറ്റ് ആക്ച്വലി ഇതൊരു പ്രീമിയം, ഇതിന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റൂ. കാര്യം ഇത് പഴയ ഒരു ഇതിൽ നിന്ന് മാറി പ്രീമിയം ലുക്കിലേക്കായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും കംഫർട്ട്സ്, ആ ഒരു ഭയങ്കര കംഫർട്ടായിരിക്കും ഇരിക്കാൻ തന്നെ വരുന്നത്. പിന്നെ ലെഗ് സ്പേസ് കൂടുതലാണ്, ഹെഡ് സ്പേസ് കൂടുതലാണ്, എല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇതിന് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാനുള്ള കാരണം? 5 സ്റ്റാർ നമുക്ക് ഇത് വരുമ്പോഴേക്കും നേരത്തെ ഈ ഒരു ഇതിനകത്ത് kg വെയിറ്റ് ഇവർ കൂട്ടി, പിന്നെ 6 എയർ ബാഗ്സ് ആക്കി. അത് തന്നെ മെയിൻ ഒരു കാര്യം. നേരത്തെ 2 എയർ ബാഗ്സ് ആയിരുന്നു, ഇത് 6 എയർ ബാഗ്സ് ആക്കിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൽ എന്താ പറയുക, ഈ സ്വിഫ്റ്റ് ഡിസയർ എന്താ പറയുക, സ്വിഫ്റ്റ് ഡിസയർ എന്നാണ് നമ്മൾ പണ്ടൊക്കെ ഈ ഒരു വാഹനത്തിൽ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡിസയറിന് മാറ്റമൊക്കെ അത് എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മൾ നേരത്തെ നമ്മളെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് നോക്കിയാൽ ചില സമയത്ത് നമ്മുടെ ആ സെഡാൻ പുറകിൽ ആ ഡിക്കി കണ്ടില്ലെങ്കിൽ നമ്മളോർക്കും അത് സ്വിഫ്റ്റ് ആണെന്ന് ഓർക്കും. ലുക്ക് വൈസ് സ്വിഫ്റ്റും അതും സെയിം തന്നെയായിരുന്നു. ഇപ്പം ലുക്ക് വൈസ് തന്നെ നോക്കി അറിയാൻ പറ്റും, രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആയി. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നമ്മൾ സ്വിഫ്റ്റ് എന്നതും ഡിസയർ എന്നതും മാറാനുള്ള മെയിൻ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ടോപ്പ് എൻഡ്. അതായത് ഒരു 40 കിലോമീറ്റർ എബോവ് നമുക്ക് വരുമ്പോഴേക്കും നമുക്ക് ക്രൂയിസ് കൺട്രോൾ, അതായത് വിത്തൗട്ട് ആക്സിലേറ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്റ്റിയറിങ്ങിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീരിയോ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ വോയിസ് കമാൻഡ് അല്ലെങ്കിൽ വോയിസ്, പിന്നെ കോൾ അറ്റൻഡ്, ക്യാൻസലേഷൻ എല്ലാം നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ ഇതിന് ADAS ഫീച്ചർ വല്ലതും ഉണ്ടോ? ഇല്ല അത് വരുന്നില്ല. ഓപ്പൺ വേരിയൻസ് ADAS ഫീച്ചേഴ്സ് വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സും എന്താ പറയുക കംഫർട്ടും അല്ലെ സീറ്റും എല്ലാം എൻജിൻ സീരീസ് എൻജിനാണ് ഇത് നൽകിയിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ മാത്രമാണ് പറഞ്ഞത്. ഇത് എടുത്തിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് ഡെലിവറി കിട്ടിയ ഒരാളുടെ എക്സ്പീരിയൻസ് ഞാൻ ഏതെങ്കിലും ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ. പിന്നെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കുക. സോ ബൈ. A blend of power and efficiency, a rooting desire, pure serenity.